ഉത്രാടത്തിന് അന്ന് രാവിലെ നമ്മൾ ദോശയും ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഇന്ന് ഇതാണ് സ്പെഷ്യൽ. ഓണമായാലും വിഷു ആയാലും തക്കടു രാവിലെ നല്ല ഉറക്കമായിരിക്കും, അതിന് യാതൊരു മാറ്റമില്ല. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓണത്തിൻ്റെ സദ്യയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. സദ്യേൻ്റെ സാധനങ്ങൾ എന്ന് എടുത്തു പറയാൻ കാരണം ഓണത്തിന് സദ്യയാണ് മെയിൻ. ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് വളരെ പ്രത്യേകതയുണ്ട്. വളരെ നാളായിട്ട് ഓണത്തിന് വിഷുവൊന്നും പങ്കെടുക്കാൻ പറ്റാത്തൊരു വ്യക്തി ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യം നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി, പക്ഷെ നടന്നില്ല. ഇതെപ്പോഴും അങ്ങനെ തന്നെയാണ്, ഡ്രസ്സിൻ്റെ കാര്യം ആദ്യത്തെ വട്ടം നടക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ നേരെ മീനും സദ്യേൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. നമുക്ക് സദ്യയാണ് മെയിൻ, പക്ഷേ ഇവിടെ കളിപ്പാട്ടങ്ങൾ മെയിനായിട്ടുള്ള ഒരാളുണ്ട്. അയാൾ നല്ല കാര്യമായിട്ട് കളിപ്പാട്ടത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. അങ്ങനെ സദ്യക്കുള്ള സാധനങ്ങളും കളിപ്പാട്ടങ്ങളും എല്ലാം വാങ്ങി നമ്മൾ ബില്ലടിച്ചും അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കയറി കാണും കേട്ടോ. അതിൻ്റെ ലിങ്ക് ഇതിൽ ഞാൻ കൊടുത്തേക്കാം. രാത്രിയായപ്പോൾ ഇവിടെ വിനായക ചതുർത്ഥീൻ്റെ ഭാഗമായിട്ട് ഗണപതിനെ കൊണ്ട് ഒഴുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഈ ഏരിയയിലുള്ള ഗണപതിനെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇന്ന് രാത്രി കഴിഞ്ഞാൽ ഓണമായി. ഇനി നമുക്ക് ഓണത്തിൻ്റെ വിശേഷമായിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.